ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്തി ഇസ്രയേൽ. നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ സ്ഫോടനം നടത്തിയത്. ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. ഹമാസ് നേതാക്കൾ ദോഹ കേന്ദ്രീകരിച്ചാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതെന്നും അവരെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ എന്നുമാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരണമായിട്ടില്ല. അതേസമയം ആക്രമണത്തിൽ ഖത്തർ അപലപിച്ചു. ഇസ്രയേലിന്റെ നടപടി ഭീരുത്വം നിറഞ്ഞതാണെന്ന് ഖത്തർ വിശേഷിപ്പിച്ചു. ഇത്തരത്തിലുള്ള കടന്നാക്രമണം അനുവദിക്കില്ലെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി. 10 വർഷത്തിനിടെ UAE-യിലെ വിമാനത്താവളങ്ങളിലൂടെ യാത്ര ചെയ്തത് 100 കോടി പേർ. ഫെഡറൽ കോമ്പറ്റേറ്റീവ്നെസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഈ കാലയളവിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തിയത് 64 ലക്ഷം സർവീസുകളാണ്. 2015-നും 2024-നും ഇടയിൽ UAE-യിലെ വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്തത് 1 ബില്യണിലേറെ യാത്രക്കാരാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2015-ൽ 114.8 മില്യൺ യാത്രക്കാർ സഞ്ചരിച്ചതിൽ നിന്ന് 2024-ൽ എത്തി നിൽക്കുമ്പോൾ ഇത് 147.8 മില്യണായി ഉയർന്നു. കേന്ദ്രം പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം വ്യോമയാന മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ലോകത്തിലെ തന്നെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് UAE. എയർ ട്രാൻസ്പോർട്ട് ക്വാളിറ്റി ഇൻഡെക്സിൽ അടക്കം 5 വിവിധ സൂചികകളിൽ ആദ്യത്തെ 10 രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഇടം പിടിച്ചതായും റിപ്പോർട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഏവിയേഷൻ വിഭാഗം വഹിക്കുന്ന പങ്കിന്റെ തെളിവാണ് ഇതെന്ന് ഇക്കണോമി ആൻഡ് ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മർറി പറഞ്ഞു. കടുത്ത ഭക്ഷ്യക്ഷാമവും ദുരിതവും തുടരുന്ന ഗാസയിലേക്ക് കുവൈത്തിന്റെ സഹായം തുടരുകയാണ്. 10 ടൺ ഭക്ഷ്യവസ്തുക്കൾ കൂടി അടിയന്തര സഹായം എന്ന നിലയ്ക്ക് കുവൈത്ത് ഗാസയിലേക്ക് എത്തിച്ചു. പട്ടിണിയും ഭക്ഷ്യക്ഷാമവും രൂക്ഷമായ ഗാസയിലേക്ക് ഒരു മാസത്തിനിടെ കുവൈത്ത് അയക്കുന്ന 7ാമത്തെ ദുരിതാശ്വാസ വിമാനമാണിത്. നേരത്തെ ഈജിപ്തിലേക്ക് 3-ഉം ജോർദാനിലേക്ക് 3-ഉം വിമാനങ്ങളിലായി 90 ടൺ ഭക്ഷ്യവസ്തുക്കൾ കുവൈത്ത് അയച്ചിരുന്നു. ഇതുവരെ 100 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് കുവൈത്ത് അയച്ചത്. സാമൂഹിക കാര്യ, വിദേശകാര്യ, പ്രതിരോധ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച കുവൈത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് സഹായ കൈമാറ്റം ഏകോപിപ്പിക്കുന്നത്. കുവൈത്ത് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചും സഹായത്തിനുള്ള അടിയന്തര ആവശ്യങ്ങൾ കണക്കിലെടുത്തും ഗാസയിലേക്ക് തുടർച്ചയായി സഹായം എത്തിക്കുകയെന്നാണ് KRCS ചെയർമാൻ പറഞ്ഞത്. NTV UAE to the world.